എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരീയം സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് മിഥുനം രാശിയെപ്പറ്റി, മിഥുനം രാശിയിൽ ശനി ഭഗവാന്റെ 2025 വരവിനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോൾ നമുക്ക് മിഥുന രാശിയുടെ സ്വഭാവം ആദ്യം പഠിക്കാം. ശനി ഭഗവാൻ അതിനെ എങ്ങനെ ഇമ്പാക്റ്റ് ആകുന്നു, ഓരോ നക്ഷത്രങ്ങളും. മിഥുനരാശിയിലുള്ള മകയിരം നക്ഷത്രം, മകയിരം നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അതുപോലെ തിരുവാതിര നക്ഷത്രം, പുണർന്ന നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ. ഇതെല്ലാം നമുക്ക് മിഥുനരാശിയിലുള്ള നക്ഷത്രങ്ങളാണ്. ഓരോ നക്ഷത്രത്തിനെയും ശനി ഭഗവാൻ എങ്ങനെയാണ് ഓരോ നക്ഷത്രത്തിലും വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടാകും, എന്തെല്ലാം നല്ലതുണ്ടാകും, എന്തെല്ലാം പ്രയോജനങ്ങളുണ്ടാകും, അതേസമയം അതിനുള്ള ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ മുഴുവൻ കണ്ട് എനിക്ക് തരേണ്ട സബ്സ്ക്രിപ്ഷനും ലൈക്കും തരണമെന്ന് ആദ്യമായി അപേക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, മിഥുനൻ രാശി എന്ന് പറയുന്നത് ഒരു ഡ്യുവൽ നേച്ചറുള്ള സ്വഭാവം. അതായത് ഒരിടത്ത് നിൽക്കില്ല, ഒരേ സബ്ജക്റ്റിനെ വന്നിട്ട് 2, 3 തരത്തിൽ ചിന്തിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെയാണ് ജോലി. ഒരേ സമയം 2, 3 ജോലികൾ ചെയ്യാൻ ശ്രമിക്കും. അതൊരു ബുധൻ്റെ രാശിയാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല ചുറുചുറുക്കും നല്ല ചിന്താശീലതയുമുള്ള ഒരു രാശിയായിരിക്കും. ബുദ്ധിമുട്ടുകളെ വിദഗ്ധമായി അവർ അതിനെ ക്രോസ് ചെയ്യുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ അധികം കഷ്ടപ്പെടാതെ എങ്ങനെ അതിനെ ഒരു പ്രശ്നത്തെ തരണം ചെയ്യാമെന്ന് അവർക്ക് പിറവിയിൽ തന്നെ അവർക്കൊരു ഒരു കഴിവുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർ മിക്കവാറും വാക്കിൻ്റെ ശക്തിയാൽ പ്രവർത്തിക്കുന്നവരായിരിക്കും. വാക്കിൻ്റെ ശക്തിയാൽ നല്ല വാഗ്വൈഭവവും നല്ല എഴുത്തെഴുതാനുള്ള എഴുത്തും കവിതകളും ഒക്കെ ചെയ്യാനുള്ള സാഹിത്യ ശക്തിയും ഒക്കെ ഇവർക്കുണ്ടാകും. അതായത് ബുധൻ്റെ നേച്ചറല്ല അവർക്കുണ്ടാകും എന്ന് വെച്ചോളുക. പിന്നെ ഇതിൽ ഉള്ള 3 നക്ഷത്രങ്ങളിലും ഒന്ന് മകയിരം നക്ഷത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വായുടെ നക്ഷത്രമാണ്. തിരുവാതിര രാഹുവിൻ്റെ നക്ഷത്രമാണ്. പുണർദം ഗുരുവിൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടപ്പോൾ എങ്ങനെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുധനാണ് രാശിയാധിപൻ. നക്ഷത്രാധിപന്മാരായിട്ടുള്ള യഥാക്രമം ചൊവ്വ, രാഹു, ഗുരു, ഈ ഓരോന്നിൻ്റെയും ക്യാരക്ടർ. ഇപ്പോൾ മകയിര നക്ഷത്രം മിഥുനരാശിയിലാണെന്ന് പറഞ്ഞ് ഡ്യുവൽ നേച്ചറാണെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും അവർ കുറച്ചുകൂടെ എന്താ പറയുന്നത്, ചൊവ്വായുടേതായിട്ടുള്ളൊരു ചെറിയൊരു ആക്രോശം, പെട്ടെന്ന് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ഫൈറ്റ് ചെയ്യാനുള്ള ശ്രമം. എന്ന് വെച്ചാൽ എന്താ ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിഥുനം എന്ന് പറയുന്നത് ഒരു വായുവിൻ്റെ രാശിയാണ്, ഒരു സ്പ്രെഡാകുന്ന രാശിയാണ്. അപ്പോൾ മനസ്സിലായില്ലേ? അതിൻ്റെ കൂടെ ചൊവ്വായുടെ ഒരു സ്വഭാവം, ബുധൻ്റെ ഒരു സ്വഭാവം. നമുക്കിതൊക്കെ ഓരോ പെയിൻ്റായിട്ടൊന്ന് നോക്കിയാൽ ആലോചിച്ച് നോക്കി. ഒരു പച്ച പെയിൻറ്റ്, ബുധൻ്റെ പച്ച പെയിൻറ്റ്, ചൊവ്വായുടെ ഒരു ചുവപ്പ് പെയിൻറ്റ്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് സ്പ്രേയിൽ അങ്ങോട്ട്, വായു എന്ന് പറയുമ്പോൾ സ്പ്രേ. അപ്പോൾ എങ്ങനെയായിരിക്കും, ആ ഒരു ക്യാരക്ടറായിരിക്കും ഈ മകയിരം നക്ഷത്രത്തിന് ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ മകയിരം നക്ഷത്രത്തിന് പിന്നെ നമുക്കിപ്പം എന്താണ് അവരുടെ സിമ്പൽ? മകയിരം നക്ഷത്രത്തിൻ്റെ സിമ്പൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ തലയുടെ അതാണ് സിമ്പൽ. എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഏകദേശം ഒരു തേങ്ങയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയും മകയിരം നക്ഷത്രത്തിന് പരിഹാരങ്ങളൊക്കെ എടുക്കുമ്പോൾ തേങ്ങ മുഖ്യമായിട്ടുള്ളൊരു പരിഹാരമാണ്. അതുപോലെ സുഹൃത്തുക്കളെ, അതിൻ്റെ സിമ്പൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രഥത്തിൻ്റെ സിമ്പലാണ്. അപ്പോൾ നമുക്ക് മകയിരം നക്ഷത്രത്തിനെ എവിടെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യണോ അവിടെ നമുക്ക് രഥത്തിൻ്റെ ഒരു വാൾപേപ്പർ ഉപയോഗിക്കാം. പരിഹാരം ചെയ്യണോ അപ്പോൾ അവിടെ ഒരു തേങ്ങ ഉപയോഗിക്കാം. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. അതുപോലെ നമുക്കൊരു വസ്ത്രം, മകയിരം നക്ഷത്രക്കാർ വസ്ത്രം ധരിക്കണം. തീർച്ചയായിട്ടും അവർക്ക് എന്തുപയോഗിക്കാം, അവരത് ഉപയോഗിക്കുന്നോ ഇല്ലയോ, കാരണം
അവരുടെ പിന്നെ മകയിരത്തിന് മുമ്പുള്ള കാർത്തികയുടെ ധനാരൂഢമാണ്, ധനനക്ഷത്രമാണ് മകയിരം. അപ്പം മകയിരത്തിൻ്റെ കളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാർത്തികയ്ക്ക് പൈസ കിട്ടും. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ കാർത്തികയ്ക്ക് എന്ത് തരത്തിലുള്ളത് ഉപയോഗിക്കാം? മകയിര നക്ഷത്രത്തിൻ്റെതായിട്ടുള്ള ചൊവ്വായുടെ ചുവപ്പും പിന്നെ ബുധൻ്റെ ബുധനാണെന്ന് പറയുമ്പോൾ കാർത്തികയ്ക്ക് പിന്നെ മകയിര നക്ഷത്രത്തിൻ്റെ ഒരു ഭാഗം വന്നിട്ട് പിന്നെ ശുക്രനിലാണ് നിൽക്കുന്നത്, അതായത് ഇടവം രാശിയിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ശുക്രൻ്റെ കളറോ അവർക്ക് ഉപയോഗിക്കാം, അല്ല ബുധൻ്റെ കളറോ അവർക്ക് ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനായിട്ട് ഒരു റെഡ് ബോർഡറോ അല്ലെങ്കിൽ ഒരു ചുവന്ന തൂവാലയോ ഇങ്ങനെയൊക്കെ നമ്മളങ്ങോട്ട് ഒന്ന് ആലോചിച്ചൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും ഈ പരിഹാരങ്ങൾ. അങ്ങനെ നമുക്ക് പരിഹാരങ്ങൾ എടുക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ നമുക്ക് മകയിര നക്ഷത്രത്തിലേക്ക് വരാം. അപ്പം കാർത്തികയുടെ ധനാരൂഢമാണ്, അതുപോലെ മകയിരത്തിൻ്റെ ധനാരൂഢം ഏതാണ്? തിരുവാതിരയാണ്. ഇനി നമുക്ക് തിരുവാതിരയുടെ കാര്യങ്ങളൊന്ന് ആലോചിക്കാം. തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഡയറ്റി എന്ന് പറഞ്ഞാൽ ദേവൻ വന്ന് നടരാജനാണ്. അപ്പോൾ അത് വന്നിട്ട് വാഴപ്പഴവും തിരുവാതിരയ്ക്ക് വാഴപ്പഴമല്ലേ, അത് തിരുവാതിരയുടെ ഒരു ഫുഡാണെന്ന് പറയാം. അതുപോലെ കണ്ണുനീർത്തുള്ളികളില്ലേ, അതും തിരുവാതിരയാണ്. കണ്ണുനീർത്തുള്ളികൾക്ക് നമുക്ക് തിരുവാതിരയെന്ന് പറയാം. പിന്നെ അതിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ മനസ്സിലായില്ലേ? ഈ സിമ്പിൾസൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മകയിര നക്ഷത്രത്തിന് മകയിര നക്ഷത്രക്കാരനാണ് ഞാനെന്ന് വിചാരിച്ചോളുക. എനിക്ക് വന്നിട്ട് പൈസയെ കിട്ടാനായിട്ട് ഞാൻ എപ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവാതിര നക്ഷത്രത്തിൻ്റെ കൂടെ പോകണം. തിരുവാതിര നക്ഷത്രത്തിൽ കാര്യങ്ങൾ ചെയ്താൽ, ഏതെങ്കിലും പൈസ സംബന്ധമായ കാര്യങ്ങൾ ചെയ്താൽ നമുക്കിവിടെ പ്രയോജനപ്പെടും. കാരണം അത് എൻ്റെ ധനനക്ഷത്രമാണ്, ധനാരൂഢമാണ് അല്ലേ, ധനാരൂഢമല്ല, ധനനക്ഷത്രമാണ്. അപ്പം നമ്മളിപ്പോൾ അതുപോലെ തിരുവാതിരയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പൈസയെ കൂടുതൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നടരാജനെ വിളിക്കാം, വാഴപ്പഴം കൊണ്ടുവന്ന് ഭഗവാന് കൊടുക്കാം. അതുപോലെ തന്നെ പറഞ്ഞ പോലെ അത് വാട്ടറിൻ്റെ സിമ്പിളായതുകൊണ്ട്, വെള്ളത്തിൻ്റെ സ്വഭാവമായതുകൊണ്ട് നമുക്ക് അഭിഷേകങ്ങൾ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ പരിഹാരങ്ങൾ ഇപ്പോൾ ഓരോ നക്ഷത്രത്തിന് എടുക്കുന്നത്. ഇനി അടുത്ത പുണർതം എടുക്കാം. പുണർതം എന്ന് പറയുമ്പോൾ എന്താണ്? ശ്രീരാമ പട്ടാഭിഷേകം ചെയ്യുന്ന ഫോട്ടോ ഇല്ലേ, അത് പുണർതം നക്ഷത്രത്തിന് ആക്ടിവേറ്റ് ചെയ്യാൻ എൻ്റെ ബെസ്റ്റാണ്. ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ഫോട്ടോ. അതുപോലെ കരിമ്പ് ജ്യൂസ്, അതിൻ്റെ സ്വഭാവം എന്നിട്ട് ആകാശത്തിൻ്റെ സ്വഭാവമാണ്. ശ്രീരാമൻ്റെ സ്വഭാവം എന്താ? ഒരു ആകാശത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും. ഈതർ എന്ന് പറയും, നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഈതർ എന്ന് പറയും. അപ്പോൾ നമ്മൾ അതുപോലെ അതിൻ്റെ സിമ്പൽ വില്ലാണ്. അപ്പം നമ്മൾ മകയിര നക്ഷത്രത്തിൻ്റെ തിരുവാതിര നക്ഷത്രത്തിൻ്റെ ധനാരൂഢം എന്ന് പറയുന്നത് പുണർതമാണ്. അപ്പോൾ പുണർതത്തിൻ്റെ സിമ്പൽ അവർ ഉപയോഗിക്കാം, വില്ല് ഉപയോഗിക്കാം, ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ഫോട്ടോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കരിമ്പിൻ ജ്യൂസ് കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് കരിമ്പിൻ ജ്യൂസ് കുടിക്കുക. ഇതൊക്കെ വന്നിട്ട് തിരുവാതിരക്കാരനെ അവൻ്റെ ധനാരൂഢത്തിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവമാണ്. ഇപ്പം നമുക്ക് ഇങ്ങനെയാണ് ഓരോത്തിൻ്റെ. പുണർത നക്ഷത്രത്തിൻ്റെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, പുണർതം കഴിഞ്ഞ അടുത്ത നക്ഷത്രം എന്ന് പറഞ്ഞാൽ പൂയം. പൂയം എന്ന് പറയുന്നത് ഒരു സിമ്പൽ എന്ന് പറഞ്ഞാൽ ആപ്പിളാണ്. നമുക്ക് ആപ്പിൾ കൂടുതൽ ഉപയോഗിച്ചാൽ ഈ പുണർതം നക്ഷത്രത്തേക്ക് ധനാരൂഢം വർക്ക് ചെയ്ത് പൂയം വർക്കാവും, പൂയം ആക്ടിവേറ്റ് ആവും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. പൂയത്തിൻ്റെ അധിപനാരാണ്? ശനിയാണ്. അപ്പോൾ ശനി ഭഗവാന്റെ കളർ എന്താണ്? കറുപ്പാണ്. അപ്പോൾ നമ്മൾ പുണർത നക്ഷത്രക്കാരൻ മഞ്ഞ എടുത്തു കൊടുത്താൽ എന്തായിരിക്കും? അദ്ദേഹത്തിൻ്റെ ഗ്രഹം ഗുരുവാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ധനാനക്ഷത്രം എന്ന പൂയമായതുകൊണ്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പ്രയോജനമായിട്ട് വർക്കാവും. ഇവിടെ എന്താ, നമുക്കിതെല്ലാം നമ്മൾ നോക്കാം. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പുറകിൽ എന്താണെന്നറിയാമോ? നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ഗ്രഹങ്ങളുടെ കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് കോൺഷ്യസ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ആലോചിച്ച് വേണം ചെയ്യാൻ. നമ്മുടെ ജാതകത്തിൽ ഈ 9 ഗ്രഹങ്ങളുടെയും സ്ട്രെങ്ത് എന്താ? അതിൽ രാഹു കേതുക്കൾ നിഴൽ ഗ്രഹങ്ങളാണ്, അവർക്ക് പ്രത്യേകിച്ച് സ്ട്രെങ്ത് ഒന്നുമില്ല. മറ്റുള്ള 7 ഗ്രഹങ്ങളുടെ സ്ട്രെങ്ത് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അവിടെയാണ് ഒരു ജ്യോതിഷാചാര്യൻ്റെ ആവശ്യം വരുന്നത്. ഒരു ഗ്രഹപിണ്ഡം, അഷ്ടവർഗം, പിന്നെ ഇഷ്ടബലം, കഷ്ടബലം, ഇതൊക്കെ നോക്കിയാണ് ഒരു ഗ്രഹത്തിൻ്റെ സ്വഭാവം, ഗ്രഹത്തിൻ്റെ ശക്തി നമ്മുടെ ജന്മ ആരൂഢത്തിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ബേസിക്ക്. ഇതറിഞ്ഞുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഉദാഹരണമായിട്ട് എനിക്ക് ഗുരുദശ വരിക, എനിക്ക് വ്യാഴദശ വരികയാണ്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജാതകത്തിലെ ഗുരുവിൻ്റെ ബലം എന്താണെന്ന് അറിയണം.
ഗുരുവിൻ്റെ ബലം അറിയാതെ ഗുരു ബാധകനായിട്ടോ ബാരകനായിട്ടോ അല്ലെങ്കിൽ ഗുരുവിന് അഷ്ടവർഗം കുറവായിട്ടോ അല്ലെങ്കിൽ ഗുരു ഗ്രഹപിണ്ഡം കുറവായിട്ടോ ഒക്കെ ഇരിക്കുകയാണ് നമ്മുടെ ഗുരുവിൻ്റെ ദശ വരികയാണ്. ഗുരുദശ വന്നു സൂപ്പറാണെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല സുഹൃത്തുക്കളെ. കാരണം ഗുരു അവിടെ ബലഹീനനാണെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ ഗുരു ആക്ട് ചെയ്യുന്നത്. ഇതൊന്ന്. രണ്ടാമത് നമ്മളെപ്പോഴും പറയുന്ന പോലെ ഗണ്ഡാന്ത ദോഷങ്ങൾ, പിന്നെ അതുപോലെ കാശി ജാതകം, അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ. ഈ ഗണ്ഡാന്ത ദോഷങ്ങളിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. പല പ്രേക്ഷകരും ചോദിക്കാറുണ്ട് ഈ ഗണ്ഡാന്ത ദോഷം എന്താണെന്ന്. എനിക്ക് 1-2 പേര് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ചു തന്നെ ചോദിച്ചു. സുഹൃത്തുക്കളെ, ഈ ഗണ്ഡാന്ത ദോഷം എന്ന് പറയുന്നത് നമ്മുടെ പിറപ്പ് ജാതകത്തിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് അശ്വതി 1 ഒരു ഗ്രഹം, ഏതെങ്കിലും ഗ്രഹം, ലഗ്നവും മറ്റ് ഗ്രഹങ്ങൾ 9 ഗ്രഹങ്ങൾ ഏതെങ്കിലും ഒന്ന് അശ്വതി 1-ാം പാദത്തിൽ നിൽക്കുകയാണെങ്കിൽ അതെന്തിനെയാണ് കുറിക്കുന്നത് വെച്ചാൽ ദേവതാശാപത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ദേവതാശാപം ഉള്ള ഒരു മനുഷ്യൻ എന്ത് കാര്യം ചെയ്താലും അവന് ജാതകത്തിൽ വന്നിട്ട് പഞ്ചമഹാപുരുഷ യോഗമുണ്ട്, ഗജകേസരി യോഗമുണ്ട്, ഗുരു വന്നിട്ട് ഉച്ചത്തിലാണ്, അല്ലെങ്കിൽ ശുക്രൻ ഉച്ചത്തിലാണ്, എന്നിട്ടും ഒന്നും നടക്കില്ല സുഹൃത്തുക്കളെ. ആ ജാതകം വന്നിട്ട് വായിക്കിച്ച് സന്തോഷിക്കാവുന്നല്ലാണ്ട് അതുകൊണ്ട് പ്രയോജനമൊന്നും ഉള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും മനസ്സിലായിട്ടില്ല. ഞങ്ങളെപ്പോലെ ആയിരക്കണക്കിന് വേദിക് ജ്യോതിഷമുള്ള പഠിച്ചവരും അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്നവർക്കും അതൊന്നും മനസ്സിലായിട്ടില്ല. പല ജാതകങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് നേരിട്ട് കിട്ടുന്നത്, മറ്റുള്ളവർക്ക് വരുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡാറ്റാ ബാങ്കിലുള്ളതുമായിട്ടുള്ള പല കാര്യങ്ങളും ഞങ്ങൾ ആലോചിച്ചപ്പോൾ അവരുടെ അനുഭവങ്ങൾ കാണുമ്പം ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് വന്നിട്ട് ജാതകത്തിലുള്ള ഡയറക്റ്റായിട്ട് നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നില്ല, പ്രിൻ്റ് ഔട്ട് കിട്ടുന്നില്ലേ? ഓൺലൈനിൽ എല്ലാത്തിൻ്റെയും പ്രിൻ്റ് ഔട്ട് കിട്ടുന്നുണ്ട്. വളരെ ചെറിയ തുകയേ ഉള്ളൂ, കിട്ടുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് വായിച്ച് സന്തോഷിക്കാമെന്നല്ലാണ്ട് ഒരു പ്രയോജനമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജാതകത്തിൽ ഈ ഗണ്ഡാന്ത ദോഷങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ആചാര്യൻ വേണം. അപ്പോൾ അദ്ദേഹം അത് നോക്കിയിട്ട്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞില്ല, അശ്വതി 1 ദേവതാശാപം, മകം 1 പിതൃശാപം, മൂല 1 ഗുരുശാപം, ആയില്യം 4 വിധവാശാപം, കേട്ട 4 ഗർഭിണീശാപം, രേവതി 4 കന്നിശാപം. ഇങ്ങനെ എല്ലാത്തിനും ക്ലിയറായിട്ട് നമ്മുടെ ആചാര്യന്മാർ കൊടുത്തിട്ടുണ്ട്. എവിടാ കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. നമ്മുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമ്മളുടെ ആചാര്യന്മാർ അത് വീണ്ടും എടുത്ത് അതിനെ ക്രോഡീകരിച്ച് അത് നമുക്ക് വേണ്ടിയ വിധത്തിൽ തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇത് ഈ ഓരോ ദോഷത്തിനും തീർച്ചയായിട്ടും പരിഹാരങ്ങളും ഉണ്ട്. ക്ഷേത്ര പരിഹാരങ്ങൾ, ഇന്ന ക്ഷേത്രത്തിൽ പോയി ഇന്നത് ചെയ്താൽ മാറും എന്നുള്ളത് ഉറപ്പാണ്. ചിലപ്പോൾ ഒരു വർഷം നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഒരു 48 ദിവസത്തിൽ തന്നെ ചെറിയ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വരാനുണ്ട്. ഈ വഴി നിന്ന് സമ്പത്ത് കിട്ടുന്ന കൊണ്ടുവന്ന് പൈസ കയ്യിലോട്ട് തരികയല്ല ചെയ്യുന്നത്, ഭഗവാൻ കൊണ്ടും തരികയല്ല ചെയ്യുന്നത്. അതിനുള്ള വഴികൾ തെളിയും. നമ്മൾക്ക് ദോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉള്ളവർക്ക് അത് മാറും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാമല്ലോ, ഈ വിവാഹദോഷമുള്ള ജാതകം പലതും ഞാൻ നോക്കിയിട്ടുണ്ട്. ഈ എൻ്റെ അനുഭവത്തിൽ, പേഴ്സണലായിട്ടുള്ള അനുഭവത്തിൽ പറയുകയാണ്, പലർക്കും ദേവതാശാപം കാണുന്നുണ്ട്. ഈ ദേവതാശാപം ഉള്ളവർക്ക് തീർച്ചയായിട്ടും വിവാഹം മുന്നോട്ട് നടക്കില്ല. അവർക്ക് ശുക്രദശയായിരിക്കാം, അതങ്ങനെയാണ്, ശുക്രൻ ഉച്ചത്തിലാണ്, ശുക്രന് KP ജ്യോതിഷപ്രകാരം എല്ലാം 1, 2, 4, 6 ഒക്കെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ 1, 3 ഒക്കെയാണ് നിൽക്കുന്നത്. വളരെ ശക്തിമത്തായിട്ടുള്ള ശുക്രനുണ്ട്. പക്ഷേ കല്യാണം നടക്കത്തില്ല. കല്യാണം നടക്കാതിരിക്കാൻ മെയിൻ കാരണം ഇതാണ്. പല ശാപങ്ങളാണ്. ഈ ജന്മാന്തരമായിട്ട് നമ്മളെ പിന്തുടരുന്ന ഈ ശാപങ്ങൾ മാറ്റണം. അതുപോലെ പ്രേതശാപം, മാന്തിയുടെ ഒരു വളരെ വളരെ ശക്തിയാണ്, വളരെ രഹസ്യമായിട്ടുള്ളൊരു മാന്തിയുടെ സ്വഭാവം. അതിൻ്റെ സ്വഭാവങ്ങൾ അതനുസരിച്ച് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കാണണം. ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും. അല്ലാതെ നമ്മൾ ഒന്നും ഓപ്പണായിട്ടില്ല. പോട്ടെ, സമയം കൂടുന്നു. നമ്മളിനിയും ബാക്കി ഇതിലേക്ക് വരാം. നമ്മുടെ ഇപ്പോൾ മൂന്ന് നക്ഷത്രങ്ങളെ പറഞ്ഞു. ഈ 3 നക്ഷത്രങ്ങളും ശനി ഭഗവാൻ യഥാക്രമം 21ാമത്തെ നക്ഷത്രം മകയിരത്തിന് 21ാമത്തെ നക്ഷത്രമായ പൂരിട്ടാതി, തിരുവാതിരയുടെ 20ാമത്തെ നക്ഷത്രമായ പൂരിട്ടാതി, പുണർദത്തിൻ്റെ 19ാമത്തെ നക്ഷത്രമായ പൂരിട്ടാതി. അതായത് മകയിരത്തിൻ്റെ വിപത്ത് ധാരയിലും തിരുവാതിരയുടെ സമ്പത്ത് ധാരയിലും പുണർദത്തിൻ്റെ ജന്മധാരയിലുമാണ് ശനി ഇരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്യാരക്ടറായിരിക്കും ശനി കാണിക്കുന്നത്. 10ാം ഭാവത്തിൽ നിൽക്കുന്നത് പൊതുവേ വന്നിട്ട് ശനി വന്നിട്ട് ജോലിയിലൊക്കെ കുറച്ച് ജോലിയൊക്കെ ഉയർച്ച തരുമെങ്കിലും വല്ലാത്ത ഒരു ടെൻഷൻ, എപ്പോഴും ഈ ജോലി സംബന്ധമായുള്ള ടെൻഷൻ ഇങ്ങനെ ഉണ്ടായിട്ടേ ഇരിക്കും. ഈ 10ാം ഭാവത്തിലുള്ള ശനി അങ്ങനെയാണ് സ്വഭാവം.
പിന്നെ ഇതിൻ്റെ കൂടെ 10ാം ഭാവത്തിലെ ശനി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കും. സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാറ്റമോ സ്ഥലമാറ്റമോ ഉണ്ടാകാം. ബിസിനസ്സുകാരുടെ വരുമാനം ക്രമേണ മെച്ചപ്പെടും. സമ്പാദ്യത്തിന് സ്ഥിരത വരും. ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. തൊഴിലിൽ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളും കൂടും. മനപ്രയാസങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രഷറുകൾ കൂടും. വരുമാനത്തിലേക്ക് ചില ഉപാധികൾ വരും. ചില ചെലവുകൾ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാത്ത ചെലവുകൾ വരും. വായ്പ ഒക്കെ വാങ്ങിച്ചവർക്ക് അതിൽ നിന്നൊക്കെ മോചിതരാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കുടുംബജീവിതം പൊതുവേ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. മാതാപിതാക്കളുടെ ആരോഗ്യത്തിന് നമുക്ക് ശ്രദ്ധ വേണം. ഇതൊക്കെയാണ് നമുക്കതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളായിട്ടുള്ള ജോയിൻറ്റ് പെയിൻസ്, വളരെ വീക്കാകുക, നമ്മൾ തളർച്ച, പിന്നെ നെഞ്ച് സംബന്ധമായ പ്രശ്നങ്ങൾ, ഇങ്ങനെ മാനസികമായ പിരിമുറുക്കം, ഇതൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഈ 10ാം ഭാവത്തെ ശനി. അപ്പോൾ നമ്മൾ ഈ 3 നക്ഷത്രങ്ങൾക്ക് ഇത് 3 വിധത്തിലാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മകയിരം നക്ഷത്രത്തിന് അത് കൂടുതൽ ദോഷകരമായിട്ട് ഈ പറഞ്ഞതിൽ കുറച്ച് കൂടുതൽ ദോഷം അനുഭവിക്കാം. കാരണം അത് വിപത്തുധാരയിലാണ്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് യാത്രാക്ലേശങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. തിരുവാതിര നക്ഷത്രത്തെ സംബന്ധിച്ച് സമ്പത്ത്, അതിനകത്ത് സമ്പത്ത് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അത് കൂടുതൽ ആക്ടിവേറ്റ് ആകും. കാരണം തിരുവാതിരയുടെ സമ്പത്ത് ധാരയിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ശനി ഭഗവാൻ കൂടുതൽ പൈസ തരും. പിന്നെ പുണർത നക്ഷത്രത്തിന് അതുപോലെ ജന്മധാരയിലാണ് നിൽക്കുന്നത്. മനപ്രയാസം കൂടും. ജന്മധാര എപ്പോഴും വന്നിട്ട് മനപ്രയാസം കൂടുതലുണ്ടാക്കുന്ന ഒരു ഇതാണ്. അപ്പം നമ്മൾ ഈ 3 നക്ഷത്രത്തിനെ ഇങ്ങനെ എടുക്കാം. ഇനി 3 നക്ഷത്രത്തിന് പരിഹാരങ്ങൾ ഞാൻ ചെറിയ തോതിൽ ജനറലി ആയിട്ടുള്ള പരിഹാരങ്ങൾ പറയാം. മകയിര നക്ഷത്രത്തിന് പൊതുവേ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് കണ്ടൊക്കെ ചെയ്യുന്ന മകയിരം എന്ന് പറയുന്നത് ചൊവ്വയാണ്. ചൊവ്വ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. അതായത് നമുക്ക് മിഥുനൻ രാശിയിൽ നിൽക്കുമ്പോൾ ആൺ പെൺ അങ്ങനെയുള്ള രാശി സ്വഭാവങ്ങൾ നോക്കുമ്പോൾ ആൺരാശിയാണ്. അപ്പോൾ ആൺരാശി എന്ന് പറയുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഉഭയരാശി എന്ന് നമുക്ക് പറയാം. എന്നാലും ആണിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ നമുക്ക് സുബ്രഹ്മണ്യ സ്വാമി എടുക്കാം. ചൊവ്വയുടെ ദേവനായതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി എടുക്കാം. അത് വന്നിട്ട് ഒരു ഈതർ എന്ന് പറഞ്ഞാൽ ആകാശ സ്വഭാവമാണ്. ആകാശ സ്വഭാവം ഉള്ളപ്പോൾ നമുക്ക് വന്നിട്ട് നല്ല മണമുള്ള സാധനങ്ങൾ എടുക്കാം. പിന്നെ അത് ശനി ഭഗവാനെയാണ് നമ്മൾ സമാധാനിപ്പിക്കേണ്ടത്. അപ്പോൾ ശനി ഭഗവാൻ്റേതായിട്ടുള്ള പിന്നെ എന്താ പറയുക, എള്ളെടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അപ്പം ശനിയെയും ചൊവ്വയെയും കൂടെ നമുക്ക് കണക്ട് ചെയ്യണം. ശനിയെയും ചൊവ്വയും കൂടെ കണക്ട് ചെയ്യുന്ന ദേവൻ ഏതാണെന്ന് നോക്കണം. അപ്പം സുബ്രഹ്മണ്യ സ്വാമിയിൽ തന്നെ ശനി സ്വഭാവങ്ങൾ കൂടെ ഉള്ളത് ആർക്കാണുള്ളത് അത് നിങ്ങൾക്കറിയുമോ? പഴനി മുരുകന് ശനിയുടെ ശക്തിയുണ്ട്, അതായത് ചൊവ്വയുടെ ശക്തിയുടെ ഒരു കോമ്പിനേഷനാണ് പഴനി മുരുകൻ. അതായത് പഴനിയിൽ ആവിനംകുടി മുരുകൻ. പഴനിയിൽ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് സുഹൃത്തുക്കൾ. ഒന്ന് പഴനിയിൽ മേലെയുള്ള നമ്മുടെ പഴനി മുരുകൻ, താഴെ ആവിനംകുടി എന്ന് പറഞ്ഞ സ്ഥലം നമ്മളങ്ങോട്ട് കയറുന്നിടത്തൊരു ക്ഷേത്രമുണ്ട്. അവിടെ ഒരു ശനിയുടെ ഒരു വിഗ്രഹമുണ്ട്, നിങ്ങൾക്ക് പോയാൽ അറിയാം. അപ്പോൾ അവിടെയൊക്കെ രഹസ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ അങ്ങനെയുള്ളൊരു കോമ്പിനേഷനാണുള്ളത്. അപ്പം അതിനനുസരിച്ച് മകയിര നക്ഷത്രം പോകണം. പിന്നെ തിരുവാതിര നക്ഷത്രത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ സമ്പത്തുധാരയാണ്, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എന്നാലും ശനി ഭഗവാന് അവിടെ ശിവൻ, അതായത് കാരണം തിരുവാതിരയുടെ അധിപൻ വന്നത് ശിവനാണ്. അപ്പം നടരാജരാണ്. പൊതുവെ ശനിക്കും വന്നിട്ട് ശിവൻ വളരെ ഉപകരിക്കും. അപ്പോൾ നടരാജന് വന്നിട്ട് ഇതുപോലെ സാമ്പ്രാണി മണമുള്ള അത് ആകാശമായതുകൊണ്ട് ഈതറിൻ്റെ സ്വഭാവമായതുകൊണ്ട് നല്ല പരക്കുന്ന സ്പ്രെഡ് ആകുന്നത്, അതായത് സാമ്പ്രാണി അങ്ങനെയുള്ള കാര്യങ്ങൾ, ധൂപങ്ങൾ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ പുണർത നക്ഷത്രത്തിന് ഗുരുവിൻ്റെ നക്ഷത്രമാണ്. അപ്പോൾ ഗുരുവും ചൊവ്വായും കൂടെ ചേർന്ന് എവിടെ നിൽക്കുന്നത് നോക്കണം. ഗുരുവും ചൊവ്വായും കൂടെ ചേർന്ന് ഏത് ക്ഷേത്രമാണ്? ഗുരുവും ചൊവ്വായും തിരുച്ചെന്തൂർ ക്ഷേത്രമാണ്. തിരുച്ചെന്തൂർ മുരുകനെ അവിടെ ഗുരുവുമുണ്ട് ചൊവ്വായും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തിരുച്ചെന്തൂർ മുരുകനെ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇതേ ക്യാരക്ടേഴ്സ് നമുക്കപ്പോൾ പിന്നെ ഇപ്പോൾ ചൊവ്വയായി ഗുരുവായി ശനിയെ അവിടെ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഇത് തന്നെയാണ്. അവിടെ നിങ്ങൾക്ക് പോയാൽ നിങ്ങൾക്ക് ഈ ശനി ഭഗവാന്റെ അവിടെ ഒരു പിന്നെ തിരുച്ചെന്തൂർ മുരുകൻ്റെ ക്ഷേത്രത്തിൽ പോയാൽ അവിടെ ഒരു ശിവലിംഗം കാണാം. ആ ശിവലിംഗത്തിനെയാണ് മുരുകൻ പ്രാർത്ഥിച്ചതെന്ന് പറയപ്പെടുന്നു. അത് ക്ഷേത്രത്തിൻ്റെ പുറകിലാണ്, രഹസ്യമായിട്ടാണ് വെച്ചിരിക്കുന്നത്. രഹസ്യമെന്നല്ല, അവിടെ എല്ലാവർക്കും ഒന്നും പ്രവേശനമില്ല. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അവിടെ പോയി ആ ഭഗവാൻ, അല്ലെങ്കിൽ ഇപ്പുറത്തൊരു ശിവലിംഗമുണ്ട്, അപ്പുറത്ത് പോയി തൊഴുത് ആ ശിവലിംഗത്തിന് വേണ്ടിയ കാര്യങ്ങൾ ചെയ്ത് അവിടെ 3 പേരുമായി, ചൊവ്വയായി, ഗുരുവായി, ശനിയായി. അപ്പോൾ ഈ 3ൻ്റെ ഒരു കോമ്പിനേഷനായി. അവിടെ ഇതേ സാമ്പ്രാണി കൊടുത്താൽ നിങ്ങൾക്ക്
അങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മൾ പരിഹാരങ്ങൾ എടുക്കേണ്ടത്. ഇങ്ങനെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ നക്ഷത്രങ്ങളും പിന്നെ എന്നാണ് പോകേണ്ടത് അതൊക്കെ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊരു നല്ലൊരു ജ്യോതിഷ ആചാര്യനെ കണ്ടു കഴിഞ്ഞാൽ വിശദമായിട്ട് പറഞ്ഞു തരും. ഗ്രഹപിണ്ഡം എടുക്കണം, ഗ്രഹബലമൊക്കെ എടുക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ ഞാനിവിടെ ചുരുക്കുകയാണ്. ഇത് വീഡിയോ വളരെ വലുതായിട്ട് കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ ചുരുക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കാളിയമ്മ, അമ്മ മഹാകാളി എല്ലാവർക്കും എന്നും സഹായങ്ങൾ ചെയ്യും. അവരുടെ അനുഗ്രഹം ഉള്ളിടത്തോളം കാലം നമുക്ക് വിഷമങ്ങൾ വന്നാലും വിഷമങ്ങളെ താണ്ടാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാകും. അപ്പോൾ നമസ്കാരം സുഹൃത്തുക്കളെ. എൻ്റെ വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും അത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമസ്കാരം.